ജോലി തീർന്നു. ഇപ്പൊ ഒരു വീടുമായി, അത്യാവശ്യം വീട്ടുപകരണങ്ങളുമായി. ഇനി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത്രയും നാള് ഞാൻ പറഞ്ഞതാണോ നിങ്ങൾ ചെയ്തത്? നിങ്ങൾ ചെയ്തത് ഞാൻ അംഗീകരിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങ് പറഞ്ഞേച്ചാ മതി. ഞാൻ പറയാം. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി ഒരു കല്യാണം കൂടെ ആയാ ഞങ്ങൾക്ക് സ്വസ്ഥതയായി. കല്യാണമോ? അത് നമുക്ക് ആലോചിക്കാം. കല്യാണം ഇപ്പൊ പറഞ്ഞത് ശരിയായില്ല, തീരെ ശരിയായില്ല. നീ എന്താടി അങ്ങനെ പറഞ്ഞത്? തുടങ്ങി, ഇനി സംശയം തുടങ്ങി. ഈ ഭർത്താക്കന്മാരെന്ന് പറയുന്ന കുന്തങ്ങളൊക്കെ ഇങ്ങനെ ഭാര്യമാരെ പൊന്നേ പൊരളേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കും. നാക്കാൻ എന്തെങ്കിലും ഒന്നങ്ങ് വീഴത്തില്ലയോ, കേറി പിടിയും കൂടും. അല്ല, എനിക്ക് നിന്നെ അങ്ങനെ സംശയമൊന്നുമില്ല കേട്ടോ. കല്യാണി പറഞ്ഞതിലും സ്വല്പം കാര്യമുണ്ട്. ഇനി ഒരു കല്യാണവും കൂടി കഴിഞ്ഞാൽ അത് മാത്രം നടപ്പില്ല. ഏത് കല്യാണം? എന്താ വല്ല പ്രേമവും മറ്റോ ഉണ്ടോ? പ്രേമമല്ല, പ്രതികാരം. ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. കല്യാണം കഴിക്കണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയാ ഞങ്ങളെ കൂടി ഒന്ന് അറിയിച്ചേക്കണം, അത്രേ ഉള്ളൂ. എന്നാ നമുക്ക് പോവാം. ഇനിയിപ്പോ തൽക്കാലം നമ്മളെന്ത് വേണം? ഒന്നും വേണ്ട, ഇത്രയും ചെയ്തു തന്നെ അധികമല്ലേ. ശരി, എന്നാ നമുക്ക് അങ്ങ് ഇറങ്ങാം. ഓ അല്ല, എന്റെ കടല വരുന്നില്ലേ? എവിടോ കാക്ക, അവളെ എങ്ങാനും കടലാന്ന് വിളിച്ചാൽ തന്റെ തല ഞാൻ പമ്പരാക്കി കളയും. അവളെ അടുക്കളയൊക്കെ ഒന്ന് നേരെയാക്കി. ഏതായാലും കടവറ ഞാനും വരുന്നുണ്ട്. ശരി. ഈ പെണ്ണിനെ ഞാൻ മാനഭംഗപ്പെടുത്തിയെന്ന് താൻ എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞു. ഇവളുടെ മുടി ഞാൻ ഒഴിച്ചിട്ടില്ല, പക്ഷെ ഇവളുടെ ശരീരത്തിൽ ഞാൻ തൊട്ടിട്ടില്ല. ഇപ്പൊ ഇവളുടെ കരുത്തില്ല, തനിക്ക് എത്തിക്കാൻ കഴിയും. കാണട്ടെ തന്റെ താമസം. ഒളിഞ്ഞു പോകും. തന്തയെന്ന പദത്തിന്റെ വിലയറിയാത്തവൻ നീ എന്നോട് ചോദിച്ചല്ലോ, ഇതൊക്കെ എന്റെ തന്തയുടെ വകയാണോ? കണക്ക് പറയുകയാണെങ്കിൽ ഈ നിൽക്കുന്ന നീ ഒഴിച്ച് ഈ വീടും കാറും കാർക്കൊക്കെ എന്റെ തന്തയുടെ വകയാണ്. നിനക്ക് സംശയമുണ്ടെങ്കിൽ നീ തന്റെ താനൊരു ദ്രോഹി മാത്രമാണെന്നാണ് ഞാൻ കരുതിയത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, താനൊരു നീചനും കൂടിയാണ്. എടോ, താൻ മൂലം എന്റെ അച്ഛൻ മരിച്ചു. അല്ല, താൻ എന്റെ അച്ഛനെ കൊന്നു. അങ്ങനെ ഈ നാട്ടിൽ പലരെയും താൻ ചത്തു. ആ ചരിത്രം ഞാൻ തെറ്റിച്ചു. ഇടോ മനുഷ്യ, തന്റെ ഈ മകളെ നാളെ ആരുടെയെങ്കിലും തലയിൽ എപ്പോഴെങ്കിലും കെട്ടിരിക്കാനുള്ളത്. അവൻ ആരെങ്കിലും മാനഭംഗപ്പെടുത്തി താൻ പറഞ്ഞു കിടന്നാൽ നാളെ ആര് കെട്ടിയാണ് കഴിയും? കൊടികുത്തി വാഴുമധർമ്മത്തിൻ മുഖപടങ്ങൾ ഞാൻ അഴിച്ചു മാറ്റും. നിങ്ങൾക്ക് ഞാനൊരു തെമ്മാടി, പക്ഷെ നീതിക്കു ഞാനൊരു പോരാളി. നിങ്ങൾക്ക് ഞാനൊരു തെമ്മാടി, പക്ഷെ നീതിക്ക് ഞാനൊരു പോരാളി. സത്യധർമ്മങ്ങൾക്കെന്നും ഞാൻ തേരാളി. ഈ വരവിന്റെ ഉദ്ദേശം? പെണ്ണിന്റെ അച്ഛനും പോലീസുകാരും ഇവിടെ നിൽക്കുന്നു. ഓ, വീണ്ടും ഞാൻ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് എന്നെ പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കാൻ വന്നിരിക്കുകയാണല്ലേ? എടി സത്യം പറ, നിന്നെ ഞാൻ മാനഭംഗപ്പെടുത്തിയോ? മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചോ? എടി, നിന്നെ മാനഭംഗപ്പെടുത്തുന്നതും ഒരു പറ പട്ടിയെ കല്ലെറിയുന്നതും എനിക്ക് ഒരുപോലെയാണ്. എടി, മാനഭംഗപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നിന്റെ അച്ഛൻ പറഞ്ഞതോ? നീ പറയാൻ നിന്റെ അച്ഛൻ പറയുമോ? എന്റെ അച്ഛനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല. എല്ലാം അറിയാം. അച്ഛനെയും മകളെയും എനിക്ക് നല്ല പോലെ അറിയാം.
എന്തും വില കൊടുത്താൽ വാങ്ങാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഭ്രാന്തനായ ഒരു തന്ത, ശുംഭത്രങ്ങളാണ് പരിഷ്കാരമെന്നും സംസ്കാരമെന്നും വിശ്വസിക്കുന്ന ബുദ്ധി വളരാത്ത ഒരു മകൾ. എന്താ അഭിപ്രായ വ്യത്യാസമുണ്ടോ? എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ വന്നവളാണ് ഞാൻ. മാപ്പ് ചോദിക്കാൻ? അതെ, നിങ്ങളെ എതിർക്കാൻ വേണ്ടി എന്നെ ഹോമിക്കാൻ പോലും എന്റെ അച്ഛൻ മടിച്ചില്ല. പെണ്ണ് പറയുന്നതിന്റെ അർത്ഥം? ഒരാളെ എതിർക്കാൻ വേണ്ടി അയാൾ സ്വന്തം മകളെ മാനഭംഗപ്പെടുത്തിയെന്ന് നുണ പറഞ്ഞ് പരത്താൻ പോലും മടിക്കാത്ത അച്ഛൻ ദുഷ്ടനല്ലേ? അപ്പോൾ എന്റെ അച്ഛൻ അതും ചെയ്തു. എന്നെയും എന്റെ അച്ഛനെയും ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. എന്നെ നിങ്ങൾ കണ്ടു. ഞാൻ കാരണം നിങ്ങൾ സഹിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു. നീ പറയുന്നതൊക്കെ എനിക്ക് വിശ്വസിക്കാം. ആരെയും ഒന്നും വിശ്വസിപ്പിക്കാനല്ല ഞാൻ വന്നത്. എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി മാപ്പ് ചോദിക്കാനാണ്. ഇനി ഞാൻ പോകുന്നു. വിട്ട് കളഞ്ഞേര് പോട്ടെ. എന്ത് പറ്റി? പ്രതികാരം തുടങ്ങിയോ? ഏറ്റവും വലിയ പ്രതികാരമാണല്ലോ പ്രേമം. കുട്ടപ്പ, പെണ്ണിന് എന്ത് പറ്റി? ഞാൻ എന്തോ പറയാനാണ്. പെൺപിള്ളേർക്ക് ഓരോ പ്രായത്തിൽ ഓരോന്ന് തോന്നും. ഏതായാലും മുതലാളിയോട് പകരം ചോദിക്കാൻ കണ്ടുപിടിച്ച വഴി ബെസ്റ്റ്. കുട്ടപ്പ എന്തായി പറയുന്നത്? ആ പെണ്ണ് മാപ്പ് ചോദിക്കാൻ വന്നതാണ്. എന്നിട്ട് കൊടുത്തോ? എന്തോന്ന്? മാപ്പോ മനസ്സോ? കുട്ടപ്പ അനാവശ്യം പറയരുത്. നടക്കട്ടെ നടക്കട്ടെ. Fine. Very fine. ഇവിടെ ആരെയും കാണാനില്ലല്ലോ. ഹലോ അമ്മാവാ. എനിക്ക് മനസ്സിലായില്ലല്ലോ. എന്നെ മനസ്സിലായില്ലോ? ചിലമല്ല, ചിഞ്ചിലം. ചിഞ്ചിലം ചിഞ്ചിലം ശാസ്തു. എന്നെ മനസ്സിലായില്ലേ ശാസ്ത്രം? ഞാൻ വിജയൻ, പേട്ടിയിൽ നിന്നും വരുന്നു. നമ്മുടെ വിജയൻ കുഞ്ഞാണോ? നല്ല കഥയായി. ഞാൻ ആകെ വരണ്ടു പോയല്ലോ. അന്ന് ഇവിടുന്ന് പോകുമ്പോ എങ്ങനെയിരുന്നു? ഇങ്ങനെ ഇരുന്നു. ഇപ്പോഴോ ഇങ്ങനെ ഇരിക്കുന്നു. അതൊക്കെ പഴയ കഥകൾ. വിജയനാണ് ചാത്തുലം. ആട്ടെ, അമ്മാവനും സിന്ധുവൊക്കെ എവിടെ? ചാത്തുലമല്ല, ചിഞ്ചിലം. ചിഞ്ചിലം. ഹലോ സിന്ധു. നമ്മുടെ വിജയൻ കുഞ്ഞാ. വിജയേട്ടനോ? എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. വിജയേട്ടൻ ആളാകെ മാറിപ്പോയി. സിന്ധു ആകെ മാറിപ്പോയി. സിന്ധുവിന്റെ ഫോട്ടോ അമ്മ പേശിയിലേക്ക് അയച്ചു വന്നോണ്ട് എനിക്ക് നല്ല മനസ്സിലായി. നമ്മുടെ വിജയൻ കുഞ്ഞ് വല്ല പിടിയും കിട്ടുന്നുണ്ടോ? ഇതാ പോലെ. നീ എന്നെ വളരെ മിടുക്കലായി പോയല്ലോ. നീ എന്താ മരുന്ന് വരുത്തുന്ന ഒരു എഴുത്തയക്കാൻ? എന്തിന് കത്തയക്കണം അമ്മാവാ? സിന്ധുവിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് അമ്മാവ എനിക്ക് കത്തയച്ചു. ഞാൻ ഉടനെ പുറപ്പെട്ടു വരികയും ചെയ്തു. അപ്പോ ഇനി തിരിച്ചു പോകുന്നില്ലേ? അതെല്ലാം ഞാൻ അമ്മാവന്റെ തീരുമാനത്തെ വിട്ടിരിക്കുകയാണ്. എന്നാണ് അമ്മാവ കല്യാണം? സിന്ധുവിനെ എനിക്ക് ഇഷ്ടമായി. പക്ഷേ കുഞ്ഞിന് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. അതൊന്നും സാരമല്ല, കല്യാണമൊക്കെ പിന്നെ ചെയ്യാം. നീ വന്ന് ചോദിക്കട്ടെ വിശേഷം. ചാത്തുലം, എന്റെ പെട്ടി സാധനം എടുത്തുണ്ടോ? ചാത്തുലമല്ല, ചിഞ്ചിലം. ഇവിടെ ഇത് വലിയ ഗ്രഹപ്പഴയല്ലോ. വന്ന് കേറിയപ്പോഴേ പേര് മാറ്റിക്കണം. അമ്മാവ, എനിക്ക് ഇനിയും ഇങ്ങനെ സമയം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. കല്യാണം നടക്കുമോ ഇല്ലെന്ന് എനിക്ക് ഉടനെ അറിയണം. ശരിടാ, കല്യാണം നടക്കരുത് നിന്നോട് ആര് പറഞ്ഞു? എടാ, അതിനു വേണ്ടിയല്ല നിന്നെ എന്നോട് വിളിച്ചു വരുത്തിയത്. അതല്ല, കല്യാണം ഉടനെ നടക്കുമെങ്കിൽ എനിക്ക് എന്റെ കമ്പനിന്ന് അവധി നീട്ടണം, എന്റെ ഫ്രണ്ട്സിനെ വിളിക്കണം, എന്റെ അച്ഛനെ അമ്മയെ വരുത്തണം. അങ്ങനെ പല പല കാര്യങ്ങളുണ്ടെന്ന്. നിന്റെ അമ്മയുടെ അച്ഛന്റെ കാര്യത്തിൽ ഒന്നും നീ വിഷമിക്കണ്ട. കല്യാണം നിശ്ചയിച്ചാൽ ഉടനെ അവരെ ഇവിടെ വരുന്ന കാര്യം ഞാൻ ഏറ്റു. എന്റെ കല്യാണത്തിന് വേണ്ടിയാണെങ്കിൽ ആരും വരണമെന്നില്ല. എന്താണ് നീ പറഞ്ഞത്? എന്റെ കല്യാണത്തിന് വേണ്ടിയാണെങ്കിൽ ആരും ഇവിടെ വരണമെന്നില്ലെന്ന്. കേട്ടോ മാമ? എന്താ കാര്യം? വിജയേട്ടനെ വിവാഹം ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. അത് തന്നെ കാര്യം. നീ എന്താ പറയിച്ചു വന്നത്? വിജയനെ വിവാഹം കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ലെന്നോ? ഇനി ഞാൻ അവനെ പേശിന്ന് വരുത്തിയത്. എന്റെ അനുവാദത്തോടു കൂടി അല്ലല്ലോ വരുത്തിയത്. അവനെ വരുത്താൻ എനിക്ക് നിന്റെ അനുവാദം വേണോടി? വരുത്താൻ എന്റെ അനുവാദം വേണ്ട. വിവാഹം കഴിക്കാൻ എന്റെ അനുവാദം വേണ്ടേ? എടി,
നിന്റെ അനുവാദത്തോടെ അല്ല നീ എന്റെ മകളായിട്ട് ജനിച്ചത്, മനസ്സിലായോ? നിന്നെ വളർത്തിയതും പഠിപ്പിച്ചതും ഒന്നും നിന്റെ അനുവാദം വാങ്ങിച്ചോണ്ടല്ല. പിന്നെ ഈ വിവാഹത്തിന് എനിക്ക് ആവശ്യമില്ല നിന്റെ അനുവാദം. ജനിച്ചതിനും വളർന്നതിനും പഠിപ്പിച്ചതിനും ഒന്നും എന്റെ അനുവാദം ആവശ്യമില്ല. എന്നെ കൊല്ലാനും എന്റെ അനുവാദം ആവശ്യമില്ല. പക്ഷേ എന്റെ വിവാഹം അതെന്റെ സമ്മതം കൂടാതെ നടക്കില്ല. ചുരുക്കി പറഞ്ഞാൽ നിന്റെ സമ്മതം ചോദിച്ചില്ല, അതല്ലേ പ്രശ്നം? ഇതാ ചോദിച്ചിരിക്കുന്നു, അങ്ങ് സമ്മതിച്ചേക്ക്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്. അദ്ദേഹം എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ എന്റെ വിവാഹം നടക്കൂ. ഓഹോ, അങ്ങനെ ഒരാളുണ്ടോ? ആരാണാവോ പുണ്യവാൻ? ഡാഡിക്ക് അയാളെ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അത് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ആളാ പറ. എന്നായാലും ഡാഡി ഇതറിയണമല്ലോ. ഞാൻ ഒളിക്കുന്നില്ല, ഇന്നേ പറഞ്ഞേക്കാം. ഞാൻ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് വേലപ്പനെയാണ്. അച്ഛൻ അയാൾ തെമ്മാടിയായിരിക്കാം, പക്ഷേ അദ്ദേഹം അല്ലാതെ മറ്റൊരാൾ എന്നെ വിവാഹം ചെയ്യില്ല. എന്റെ ജന്മശത്രു നിന്റെ കാമുകനോ? കൊന്നു കുഴിച്ചു മുടിക്കണം. ഞാൻ കാണുന്നിടത്ത് വെച്ചെല്ലാം എന്നെ എതിർത്ത് നശിപ്പിക്കാൻ നടക്കുന്ന ആ തെണ്ടിയെ മാത്രമേ എന്നോട് നിനക്ക് സ്നേഹിക്കാൻ. എടി, ഇതെന്നോട് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് ആ വിജയനെ കല്യാണം കഴിച്ച് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്, മാനമായിട്ട് ജീവിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. ഇതൊരിക്കൽ നീ എന്നോട് പറഞ്ഞിരിക്കട്ടെ, മേലിൽ ഇത് ആവർത്തിച്ചാൽ നിന്റെ നാക്കിയെ ചവിട്ടിപ്പിച്ച് കളയും. അഹങ്കാരി. എന്ത് പറഞ്ഞ അവൾ എന്ത് പറയാൻ? ഞാൻ നിശ്ചയിക്കും, അവൾ അനുസരിക്കും. അല്ല എന്താ? എന്നിട്ട് പിന്നെ നേരത്തെ കുഞ്ഞ് കല്യാണം വേണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ഇവന്റെ സാമർത്ഥ്യക്കുറവ്. അങ്ങോട്ട് സ്നേഹിക്കാതെ ആരെങ്കിലും ഇങ്ങോട്ട് സ്നേഹിക്കുമോ? ഇവനിവിടെ വന്നതിന് ശേഷം സ്നേഹമായിട്ട് അവളോടൊന്ന് സംസാരിച്ചിട്ടുണ്ടോ? ഒരു തമാശ പറഞ്ഞിട്ടുണ്ടോ? അയ്യോ അമ്മാവ, അതാണോ കാര്യം? എങ്കിൽ അമ്മാവ് നോക്കിക്കോ, നാളെ മുതൽ ഞാൻ അവളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കും. അയ്യോ, അപകടമൊന്നും ഉണ്ടാക്കണ്ട. സാവധാനം കുഞ്ഞിന്റെ മനസ്സൊന്ന് മാറ്റിയെടുത്താൽ മതി. അത് ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ. വേണമെങ്കിൽ ചാത്തൽ നോക്കിക്കോ. കണ്ടോ മുതലാളി, പിന്നെയും പേര് മാറ്റി ചിഞ്ചിലം 2-3 പ്രാവശ്യം വേണമെങ്കിൽ പറഞ്ഞു പഠിച്ചു. ചാത്തൂല. ചിഞ്ചി. വേടാ.